ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൺ. ഇന്ന് ഞാൻ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ പൊട്ടിത്തെറിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിதான் ഞാൻ കുറച്ച് ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ. എന്നിട്ട് ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് എന്തെങ്കിലും വെച്ചിട്ട് ഇതിങ്ങനെ കുത്തിയെടുക്കുക, ഒന്ന് പരത്തിയെടുക്കണം. ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിക്കൻ പൊടിഞ്ഞു പോകുക. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഫുള്ളായിട്ടും ഞാൻ ഇതുപോലെ എടുക്കുകയാണ്. അപ്പോൾ ഫുള്ളും ഞാൻ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലയൊന്ന് റെഡിയാക്കാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പക്ഷെ ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. കുറച്ച് സമയം വെച്ചാൽ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണെന്ന്. ഇനി ഇതിലേക്ക് ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ പൊട്ടിത്തെറിച്ചതിന്. ചൂടോടെ തന്നെ കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ്. ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫുള്ളും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സമൂസ ഷീറ്റാണ് വേണ്ടത്. സമൂസ ഷീറ്റ് ഞാൻ ചെറുതായിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ റെഡിയാക്കി വെച്ച ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് കോട്ട് ചെയ്യുക. ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സമൂസ ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ അതവിടെ നിന്നോളും, ഇളകി പോകുന്നില്ല. നനവിൽ അതവിടെ തന്നെ നിൽക്കും. ഇതുപോലെ റെഡിയാക്കിയെടുക്കുക. ഫുള്ളും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ പീസ് ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളും ഒന്നിച്ച് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കരുത്, അന്നേരം വേഗം കരിഞ്ഞു പോകും. ഉള്ളിൽ
ചിക്കൻ വേവാതെ പോലെ ഉണ്ടാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയതിന് ശേഷം ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇതാ എൻ്റെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.